ചൂട് അധികമുണ്ടോ? നിന്റെ മുക്കലും മൂളലും കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വേണ്ടി മനോല്ലാ മനസ്സോടുകൂടി ചെയ്യണ പോലെ ഉണ്ട്. സ്ഥലം വാങ്ങിയത് വിഡ്ഢിത്തായും തോന്നുന്നുണ്ടോ? ഓ രാഘവ, അതല്ല. വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ. കൊടുത്ത വിലയിൽ 100 200 ലാഭം വെച്ച് തന്ന് ഞാൻ എടുത്തോളാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ പറ്റിയേ? കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ. കാര്യായിട്ടൊന്നും പറ്റില്ല. ഇതാ നോക്കൂ, ആരാ വന്നിരിക്കണേ നോക്കൂ. അച്ഛാ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വള്ളിയമ്പല് തങ്ങിയിരുന്നു. ഞാൻ ബൈക്കുട്ടി തെളിക്കുമ്പോഴാ കണ്ടത്. ആട്ടുംകൊല്ലി എന്ന് പേര് വന്നത് എങ്ങനെയെന്നറിയാമോ? ഇരളന്മാര് മുമ്പ് കാട്ടാടിനെ പായിപ്പിച്ച് ചാടിക്കും. താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും. ദൈവാധീനം. ആ വഴിക്ക് ആരെങ്കിലും നടക്കുമോ ബാല? പോട്ടെ, വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം. അങ്ങനെ എളുപ്പം ചാവില്ല. അസല് പനിയുണ്ടല്ലോ, നോക്കട്ടെ. പടം തിരിഞ്ഞതാ. എല്ലിനൊന്നും പറ്റിയിട്ടൊന്നും തോന്നില്ല. അവിടെ കിടത്താം. വേണ്ട വേണ്ട വേണ്ട. എന്തിനാ അത്? ഇവിടെ കിടക്കട്ടെ. വയ്യാത്തോടത്ത് അനക്കണ്ട. പനിയുള്ളപ്പോ കഞ്ഞി മതി. കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേറ്റിരുന്നോളൂ. വയ്യ എണീക്കാൻ. അച്ഛനാ കോഴിക്കൂടൊന്ന് ശരിയാക്കോ? ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും. അത്രേ ഉള്ളൂ. കിടന്നോളൂ, പേടിക്കണ്ട. പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്, അല്ലേ? നീ അത് ചെയ്യില്ല എന്നറിയാം. ഉശിരി വിട്ടുള്ള കളിയില്ലല്ലോ എന്നും. നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു. പോയില്ലേ? എന്തിന്? എന്റെ എല്ലാം ഇവിടെ അല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ എന്നാവും. അമ്പലത്തിലെത്തിയ ചൂതുവെട്ടില്ലെന്ന് പറയില്ലേ? കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ തൽക്കാലം അതുപോലെന്ന് വെച്ചു. ധൈര്യമായി കിടന്നു. ഒരു സന്ധി. നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല. അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാതെ എണ്ണി തിരിഞ്ഞു വന്നാൻ പറയുന്ന കള്ളക്കഥ. അല്ലാതെന്ത്? സമ്മതിച്ചോ ഞാൻ പറഞ്ഞത്? ചിറ്റാരം കാറ്റിൽ മർമരം